തിരുവനന്തപുരത്ത് കുഞ്ഞിനോട് അംഗനവാടി ടീച്ചറുടെ ക്രൂരത. 3 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് കൈവീശി അടിച്ചു. മൊട്ടമൂട് പറമ്പുകോണത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടിയിലാണ് സംഭവം. കുഞ്ഞിന്റെ മുഖത്ത് മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. പുഷ്പകല എന്ന ടീച്ചർക്കെതിരെയാണ് പരാതി. പക്ഷെ ഇന്നലെ ഇവിടെ ഒന്നും അനക്കൊന്നുമില്ല, മിണ്ടാതെ ഇരുന്ന് ട്രോമ സ്റ്റേജിലാണ് ഇരുന്നത്. അടിയുണ്ട് ആ ഒരു ഇതിൽ തന്നെ. അപ്പം ചേട്ടത്തി കയ്യിൽ വാങ്ങിച്ചപ്പം മടിയിൽ കൂടെ കിടന്ന് അപ്പം തട്ടി എന്താന്നൊക്കെ ചോദിച്ചപ്പം അനക്ക് ഒന്നും മിണ്ടില്ല. അപ്പോൾ ഒന്നുകൂടെയൊക്കെ തട്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് കവിളിലൊരു പാട് കണ്ട്. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരമ്പി കിടന്ന പാട്, പിന്നെ പറയുന്നത് മറ്റോ കൊച്ച് കടിച്ചതായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം പിന്നെ സ്പോട്ടിൽ ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയെ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാവർക്കൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത് പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഈ രണ്ടുപേരുടെ സംസാരത്തിൽ ഒരു പന്തികേടുണ്ട്. ഇതിപ്പം അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്ന് എൻ്റെ ക്വസ്റ്റ്യനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റ്യൻ ആവല്ല. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ 24നോട് പറഞ്ഞു. തീർച്ചയായും ഈ കാര്യത്തിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു പിഞ്ചു കുഞ്ഞാണ്. ഇത്തരമൊരു പ്രവൃത്തി ഒരു അംഗൻവാടി വർക്കറിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതിനാവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ കാര്യത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയും. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് നടപടി ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ കമ്മീഷൻ പരിശോധിക്കും. ഇങ്ങനെ കുട്ടികളെ തല്ലുന്നവർ പ്രവർത്തിക്കേണ്ട മേഖലയല്ല അംഗൻവാടി എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഉള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കും. ഷഫീദ് റാവുത്തറാണ് ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഇതിന്റെ നിയമം അതൊന്നും നോക്കിയില്ലെങ്കിൽ പോലും ഇത് ഈ പിഞ്ചു കുഞ്ഞിനോട് ഇത്തരത്തിലൊരു ക്രൂരത അവരെങ്ങനെ അത് കാണിച്ചു എന്നുള്ളതാണ് അത്ഭുതമാകുന്നത്. അവരൊരു ടീച്ചർ ആയത് എങ്ങനെയാണ്? ഇത്രയും നാൾ അവർ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാണോ ഇങ്ങനെയൊക്കെ നോക്കി നടത്തിയിരുന്നത്? ടീച്ചറുടെ ഒരു പ്രതികരണം അത് കിട്ടിയിട്ടുണ്ടോ ഷഫീദ്? എന്താണ് കുടുംബത്തിന്റെ അടുത്ത നിയമ നടപടിക്കുള്ള ഒരുക്കങ്ങളാണോ? എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്? സംഭവം വളരെ ക്രൂരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 2.25 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിന് പ്രായമുള്ളത്. മാത്രമല്ല 2.25 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് നേരെ അംഗനവാടിയിൽ നേരെ വീട്, അവിടേക്ക് എത്താൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ വിഷയത്തിൽ അംഗനവാടി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും ടീച്ചറും മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ്. ഈ വിഷയം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 3 വിരലുകൾ അത് തെണുത്ത് കിടപ്പുണ്ട്. അതായത് മർദ്ദനമേറ്റു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് ആദ്യം അച്ഛനും അമ്മയും ചേർന്ന് കുട്ടിയെ എത്തിക്കുന്നത്. അവിടെ നടത്തിയ ആ പരിശോധനയ്ക്കൊടുവിൽ അല്പസമയം ഇന്ന് ഉച്ചയോടുകൂടി കുഞ്ഞിനെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കർണപടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കാരണം അവർക്ക് അത്ര വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞിന്നലെ വൈകിട്ടൊക്കെ നിർത്താതെ കരച്ചിലായിരുന്നു എന്ന് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ ഈ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയും ഈ കേസ് തമ്പാനൂർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമ്പാനൂർ പോലീസ് ഈ സംഭവം നടന്ന നരുവാമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നരുവാമൂട് പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടത്. ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇതിനോടകം തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വനിതാ ശിശു വികസന വകുപ്പും ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവരെ താൽക്കാലികമായി മാറ്റി നിർത്തിയേക്കാണ്. ടീച്ചറെ താൽക്കാലികമായി മാറ്റി നിർത്തിയേക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വകുപ്പ് തല അന്വേഷണം ഈ വിഷയത്തിലുണ്ടാകും. പോലീസ് അന്വേഷണവും ഈ വിഷയത്തിലുണ്ടാകും. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ENT വിഭാഗത്തിൽ ആ കുഞ്ഞ് ചികിത്സയിൽ തുടരുകയാണ്. സ്മിത, കർശനമായ അന്വേഷണം ഉണ്ടാകണം, കടുത്ത നടപടി ഉണ്ടാകണം. ഇനി ഇതുപോലെ ഒരു ടീച്ചറും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ആവർത്തിക്കാൻ പാടില്ല. പിഞ്ചു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും കർശനമായ നടപടികൾ ഇതിലുണ്ടാകണം. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.